ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറി നമ്മൾ പോകുന്നതായിരുന്നു. നമുക്കൊരു ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് കയറി നമ്മൾ പോകുന്നതായിരുന്നു നമ്മുടെ യാത്ര. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്ന്. നമ്മൾ ഓൾറെഡി 12:30 ആയതുകൊണ്ട് ബ്രഞ്ച് കഴിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി, ഉപ്മാവ്, ബ്രെഡ്, ബട്ടർ ജാം, പിന്നെ കേസരി, അങ്ങനെ ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോയതൊക്കെ. ടീച്ചേഴ്സും നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ് കയറാൻ പോയി. 2 ബസ്സിനായിരുന്നു കേട്ടോ. നമ്മൾ 2 ബാച്ച് ഉണ്ടായിരുന്നുകൊണ്ട് 2 ബസ്സാണ് വന്ന്. ബാച്ച് 1-നും ബാച്ച് 2-നും 2 ബസ്സാട്ടോ വന്നത്. എന്നിട്ട് ബസ്സൊക്കെ കയറിപ്പോയി. ഞങ്ങൾ എന്നിട്ട് നല്ല ഭംഗിയുള്ള കുറേ സ്ഥലത്തൂടെ പോയ അവിടുത്തെ ബിൽഡിങ്സ് കാണാനും ഒക്കെ പ്രത്യേക ഭംഗിയായിരുന്നു. റോഡായാലും ശരി, വലിയ റോഡും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ ഇങ്ങനെ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മളതൊക്കെ കണ്ടിരുന്ന് പോകും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് കിങ് പാലസിലോട്ടാട്ടോ. അപ്പോൾ കിങ് പാലസിനെ പറ്റി അധികം എനിക്കറിയില്ല. എനിക്കറിയുന്നതൊക്കെ ഞാൻ പറയുന്നിട്ടുള്ളൂ. ഗായ്സ്, ഇതാണ് KL ടവർ എന്ന് പറയുന്നത്. ബുർജ് ഖലീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ ടവറാണ് KL ടവർ എന്ന് പറയുന്നത്. ഈ ടവർ നമ്മളിപ്പോൾ കിങ് പാലസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ വന്നിരിക്കുന്നത്. മലേഷ്യയിൽ ഇപ്പോഴും കിങ് ഉണ്ട്. കിങ്ങിൻ്റെ ആധിപത്യമുള്ളൊരു കൺട്രിയാണ് മലേഷ്യ എന്ന് പറയുന്നത്. കിങ്ങും പ്രൈം മിനിസ്റ്ററും ഒക്കെ ഉള്ളൊരു കൺട്രിയാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ 10ാമത്തെ ജനറേഷനാണ് മലേഷ്യയിൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ നോക്കുന്നത്. അപ്പം ഇപ്പം ഈയിടെ റീസെൻ്റായിട്ടാണ് ഇവിടെ വേറൊരു കിങ് വന്നത്. തലമുറ അനുസരിച്ചുള്ള കിങ് വന്നതും കാര്യങ്ങളൊക്കെ. അപ്പം അധികം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അകത്ത് പബ്ലിക്കിന് എൻട്രി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാനേ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ഹോട്ടലിലെത്തി. നമ്മളിപ്പം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലഞ്ച് പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തേനും ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് റൂം ടൂറൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. അപ്പം ഞങ്ങളിതേ റൂമിൽ വന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഫ്രഷായി ഇപ്പം ഇറങ്ങാൻ പോവാം. ഇപ്പോൾ ട്വിൻ ടവർ കാണാൻ പോവാം കേട്ടോ. ട്വിൻ ടവർ. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ പാൻറ് സ്റ്റുഡിയോന്ന് എടുത്തതാണ്, ഈ ടോപ്പും സ്റ്റുഡിയോന്ന് എടുത്തതാണ്. ഫുൾ സ്റ്റുഡിയോ ആണ്. അപ്പം ഞാനൊരു ക്രോസ് ബാഗും പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം നമുക്കിനി ബസ്സിൽ കയറിയിട്ട് കാണിക്കാം. അല്ല, അതിൻ്റെ മുന്നേ എന്തെങ്കിലും ചായ കുടിക്കുമ്പോൾ റെഡിയൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ബസ്സിൽ കയറിയിട്ട് കാണിക്കട്ടോ. ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോവാട്ടോ. ஆனா பில்டிங்கை பொறுத்து பார்த்தோம் அப்படின்னா கலிபுர்கா வந்து 12th இடத்துல இருக்கு. அது வந்து சிங்கிள் டவர். ஓகேங்களா? இது வந்து ட்வின் டவர், ஸ்டில் இன் நம்பர் 1. ஓகேங்களா? இதோட ஆர்கிடெக்சர் வந்து ஒருத்தர் தான். அவர் ஆக்சுவலி வந்து வெள்ளக்காரர். couldn't remember his name. ஆமா. ഗൈസ്, ഈ കാണുന്നതാണ് ട്വിൻ ടവർ. എനിക്ക് ഈ ബിൽഡിംഗ് ഇഷ്ടമായി. ഇപ്പൊ വന്ന് ഞങ്ങളിപ്പോ KL ടവറിന്റെ അവിടെ വന്നേക്കാം. KL ടവറിന്റെ അവിടെ വന്നേക്കുക. It's a telephone tower where you can go to 122nd floor, I think so. You can go there and see that place, no? You can go there and view the entire Malaysia. മലേഷ്യ മൊത്തം നമുക്ക് അവിടെ telescopic view. മലേഷ്യ മൊത്തം നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ടെലിസ്കോപ്പ് വഴി നമുക്ക് കാണാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞു തന്നെ. നമുക്ക് അകത്തോട്ട് ഇന്നല്ല നമ്മൾ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ അകത്ത് കയറി കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചുറ്റുവട്ടം ഉള്ളതൊക്കെ കാണുന്നു, പിന്നെ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ KL ടവർ. കളറൊക്കെ മാറി കളിക്കുന്നുണ്ട്.
ബങ്കർ ബസ്. നമ്മളിതേ തിരിച്ച് ബസ്സിലോട്ട് കയറാണ്. നെക്സ്റ്റ് ഡിന്നറാട്ടോ. ഡിന്നർ കഴിക്കുമ്പോൾ കാണാമേ. ബസ്സിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല ഇൻറ്റീരിയറൊക്കെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ പോയത്. അതിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ട് കിടക്കുന്ന വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കയറിപ്പോയി. മുകളിലാണ് ബൊഫേ നടക്കുന്നത്. നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ബൊഫേ ആയിരുന്നല്ലോ. അപ്പോൾ ബൊഫേ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മുകളിലത്തെ ഫ്ലോറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുക. നമുക്ക് എന്നിട്ട് എന്തൊക്കെയാണ് ഫുഡുള്ളതെന്ന് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബൊഫേ ആയിരുന്നു. അപ്പം നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം. അതാണ് ആകെ ആശ്വാസമുള്ളത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പിക്കിൾഡ് ഒനിയൻസ് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പച്ചമുളക് നാരങ്ങ ഉണ്ടായിരുന്നു, പിന്നെ വെറൈറ്റി റൈസ് ഉണ്ടായിരുന്നു, പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു, വെജ് കറിയൊക്കെ കുറേ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ റൊട്ടി, നാൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും കുറേശ്ശൊക്കെ എടുത്ത് റൈസും നാനും ബട്ടർ നാനും അങ്ങനെ കുറേയൊക്കെ എടുത്ത് അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ. എല്ലാവരും ഇരുന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് സൈഡിൽ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ നേരെ ബസ്സിലോട്ട് കയറാൻ പോയി. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല ബൊഫേ ആയിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഒത്തിരി വെറൈറ്റീസ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങോട്ട് നോക്കി സംസാരിക്കുന്നുണ്ടല്ലേ, അതെല്ലാ പ്രാവശ്യവും പറ്റും. പിന്നെ ഞങ്ങളിപ്പോൾ നേരെ തിരിച്ച് താമസിക്കുന്നിടത്തോട്ട് പോവുക. ഞങ്ങളിങ്ങനെ നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു. അമ്പറിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളിത് ഇപ്പം നേരെ ഇനി ഹോട്ടലിലോട്ട് പോവാം കേട്ടോ. ഞങ്ങൾ നൈറ്റ് പുറത്തിറങ്ങാമെന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പം നോക്കണം അതെങ്ങനെ നടക്കുന്നതൊക്കെ നോക്കണം. അപ്പം അതിനുവേണ്ടി ഞങ്ങളിനി രാത്രിയിൽ ചിലപ്പം ഔട്ടിങ്ങിന് ഇറക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊരു വേറൊരു വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എന്താ നമുക്കിനി ഹോട്ടലിലോട്ട് പോകാം. എന്നെ കാണത്തില്ല. അപ്പോൾ ഞങ്ങളിത് റൂമിലെത്തി. ഞങ്ങൾ തിരിച്ച് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാനത് ഷോർട്സ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അങ്ങനെ കാണാമല്ലോ. അപ്പോൾ ഈ വീഡിയോ കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ലെങ്തി ആയിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം, അങ്ങനെ ഓർത്തു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലായിട്ട് അടുത്ത ദിവസം കാണാം. ബായ്. എല്ലാവരും ബൈ കൊടുക്ക്. ബായ്.